കൊടും ചൂടിൽ വലഞ്ഞ് ഉത്തരേന്ത്യ. സൂര്യാഘാതമേറ്റ് ഉത്തരേന്ത്യയിൽ ഇതുവരെ 41 പേർ മരിച്ചു. ബീഹാർ, ഒഡീഷ, ഡൽഹി, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. ബീഹാറിൽ സൂര്യാഘാതമേറ്റ് 35 പേർ ചികിത്സയിലാണ്. രാജസ്ഥാനിൽ 47 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഉഷ്ണതരംഗത്തിൽ വലയുകയാണ് ഉത്തരേന്ത്യയിലെ ജനജീവിതം. നിലവിലിപ്പോൾ ഡൽഹിയിൽ 48 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില. രാജസ്ഥാനിൽ സമാനമായ നില തന്നെ 48 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. 41 പേരാണ് ഇതുവരെ ഡൽഹി, ഒഡീഷ, ബീഹാർ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലായി ഉഷ്ണതരംഗത്തിൽ മരിച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത് ബീഹാറിലാണ്. ബീഹാറിൽ കഴിഞ്ഞ ദിവസം 15 പേർ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ തന്നെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയ 10 പേരും ഇത്തരത്തിൽ സൂര്യാഘാതം ഏറ്റു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഔറംഗാബാദ് കൂടാതെ നവംഗ അടക്കമുള്ള ജില്ലകളിലാണ് ഈ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡൽഹിയിലും സമാനമായി തന്നെ 50 ഡിഗ്രിക്ക് മുകളിലേക്ക് താപനില പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടുതൽ ആളുകൾ ഈ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തേടുന്നവരുടെ എണ്ണം കൂടിയെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. അടുത്ത 3 ദിവസം കൂടി സമാനമായി തന്നെ ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ചൂട് കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഡൽഹിയിൽ ഇന്ന് പൊടിക്കാറ്റിന്റെ മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. കൂടാതെ റെഡ് അലർട്ടിലാണ് രാജസ്ഥാനിലെ 3 ജില്ലകളും അതോടൊപ്പം തന്നെ ഡൽഹിയിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വേണോ, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.